സന്ധ്യ ആകുമ്പോന്ന് വെറുതെ കൊത്താൻ പറയുന്നു. അല്ല കറി കൂട്ടണം, പിന്നെ വെറുതെ കൊത്തിക്കെടുക്കാണ്ട് രക്ഷയില്ലല്ലോ. അതും റബ്ബറിന്റെ വെറുതെ വേണോ? ഇതല്ലേ വേഗം കത്തൂലു. കുറച്ച് നേരത്തെ പറഞ്ഞു വിടുക്ക്. ഈ സന്ധ്യ വന്നിക്കണ അച്ഛനാറ്റം കണ്ടു ചീത്ത പറയും. ഈ സന്ധ്യക്ക് വെറുതെ തിന്നു. നല്ല ബറാണ്, വേഗം കത്തും. റബ്ബറിന്റെ വെറിന് അങ്ങനെ ഒരു ഗുണവും മതി. ഇന്നൊക്കെ കത്തിക്കാൻ മതി. വെറില്ലാച്ച് കത്തിക്കാൻ നിൽക്കണ്ട. ഇതാ വെറിയതാ, നല്ല റബ്ബറിന്റെ വേറ്. വിറക് കിട്ടിയാ? എന്നാ നിങ്ങൾ അതിന് 2 വൈനങ്ങ പറിച്ചാ നിങ്ങക്ക് കറി വെക്കാല. ഓ ഇനി ബൈനിയും പറിച്ചാ? എന്നാ പിന്നെ ആ പിശാത്തി എടുക്ക്. ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. എന്നാ ബൈനിയെ കൂട്ടാൻ എന്നാ ആക്കുന്ന. നീ ബൈനി ഉണ്ടായി. നീ ഇതെല്ലാം ചെറുതാണല്ല, ഇതിന് വളരൂല ഒന്നല്ലേ. ആ കത്തി കൊണ്ട അയറ് പോരാതാണ്. രണ്ടെണ്ണം മതിയാ? ഇതാ മതി, ബാക്കിയെല്ലാം ചെറുതാണ്. മതി, 2-3 മതി, ചെറുതായാലും മതി. ഇതാ അപ്പൊ അറക്കത്തെ പെണ്ണുങ്ങ എന്നോട് പറഞ്ഞേ, നവീനില്ലേ എന്റെ മോൻ നവീൻ. ഞാൻ പറഞ്ഞു നവീനാ, നവലല്ലേ പറഞ്ഞു. അതവർക്ക് ഓർമ്മയില്ലായിട്ടായിരിക്കും. ഇല്ല തീപ്പെട്ടി കോല് കഴിഞ്ഞല്ലേ. ഞാൻ വെച്ചു നീ തീപ്പെട്ടി കോലോടെ ചാടിയതാണ്. നിങ്ങൾക്ക് അങ്ങനെയും തോന്നുന്നു. തീപ്പെട്ടി കോലുണ്ടെങ്കിൽ അതാണ് ചാടുക. തീപ്പെട്ടി ഓരോന്നിങ്ങനെ പറയല. ഒരു വൈനിങ്ങ കൂട്ടാനാക്കുന്നേ. ഇതൊന്നും നീളത്തിൽ മുറിച്ചിടട്ടെ. നമ്മളെ സാമ്പാറിന് മുറിക്കുന്ന കണക്കിനാ. അപ്പൊ ലത വഴുതിനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിൽ ചേർക്കുന്ന ചേരുവകളൊന്ന് കാണിച്ചു തരാം. നമ്മുടെ വഴുതിനിങ്ങ അരിഞ്ഞത്, 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ, വലിയ സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ചെറിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, നമ്മുടെ പൊടികൾ, മസാലപ്പൊടികൾ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, നമ്മുടെ മുളക് പൊടിയെ. എന്നാൽ പിന്നെ ഇനി നമ്മുടെ വഴുതിനങ്ങ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മുടെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത് നമ്മുടെ പച്ചമുളകും ഇഞ്ചി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളി കൊണ്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയെല്ലാം അപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികൾ ഇട്ടോ, എല്ലാം ഇട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മസാലയിലേക്ക് നമ്മുടെ വഴുതിനയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാലയിൽ നിന്ന് എല്ലാം മിക്സാക്കി കൊടുക്കുക നമ്മുടെ വഴുതിനങ്ങ. അപ്പോൾ നമ്മുടെ വഴുതിനങ്ങയിൽ മസാലയിൽ നല്ല ഒട്ടി പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒഴിക്കേണ്ടി വരും അല്ലേ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിനെ, ഒരു 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ കിടന്നിട്ട് നമ്മുടെ വഴുതിനയിലൊന്ന് വെന്ത് വരട്ടെ. അടച്ചു വെച്ചേ. എന്തായി നോക്കട്ടെ, കുറച്ച് സമയമായി. അപ്പോൾ നമ്മുടെ വഴുതിനയെല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി
ഇളക്കിക്കോ. ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലും കൂടെ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് ചൂടായി വരട്ടെ, അധികം തിളക്കണ്ട, ചൂടായി വരും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കാച്ചി വയ്ക്കാനുണ്ട്, എടുത്ത് വെച്ചോ. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതും കൂടെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓക്കെ, 5 മിനിറ്റ് ഒന്ന് പൊത്തി വെക്കാം. അപ്പോൾ ഇന്നത്തെ അത്താഴം ഞാൻ കഴിക്കലായി. ഇവർ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമല്ലോ കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ കഴിക്കലുണ്ട്. ഓക്കെ, എന്താ നമ്മുടെ കറി ഒരു വയ്ക്കുക. ഒരു മതി മതി മതി. ഇന്ന് വേറെ കറിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ കറി മാത്രമേ ഇല്ലൂ. ചോറിൽ നല്ല വൃത്തിയാണ്, റേഷൻ അരിയാണ് കുഴച്ച്. നല്ല ചൂടുണ്ട് കേട്ടോ കറി. നോക്കട്ടെ, കറി നല്ല കറിയാണ് കേട്ടോ. സംഭവം സൂപ്പർ കേട്ടോ, സൂപ്പർ കറിയാണ്. വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും എല്ലാം കൂടി ആകുന്നില്ല, മസാലയും സംഭവം സൂപ്പർ. എന്നാൽ പിന്നെ ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ.